ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49. എൻ്റെ പേര് ശുഭ, ഇതെൻ്റെ ഹസ്ബൻഡ് തോമസ്. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നും വരുന്നു. ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിലൂടെ എനിക്ക് കിട്ടിയ ഒരു അത്ഭുത രോഗസൗഖ്യത്തിന് നന്ദി പറയുവാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. 2022 നവംബർ മുതലാണ് ഞങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ കസിൻ ജോഫിയാണ് എനിക്ക് ആരാധനയുടെ ലിങ്ക് തന്നത്. ഈ കഴിഞ്ഞ നവംബറിലായപ്പോഴേക്കും എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു തടിപ്പ് കാണപ്പെട്ടു. ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ CT സ്കാന്, മാമോഗ്രാം, FNAC ഇവ ചെയ്യാൻ നിർദ്ദേശിച്ചു. റിസൾട്ട് വന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇത് ബ്രസ്റ്റ് ക്യാൻസറാണ്. ഇതിന് 3 സ്റ്റേജുകളുണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. ഇനി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചോ എന്നറിയാൻ വേണ്ടി ഒരു PET CTയും ബയോപ്സിയും ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് 5 ദിവസം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു. ഈ ആരാധനയിൽ പങ്കെടുത്തു. നന്നായി പ്രാർത്ഥിച്ചു. ഈശോയെ, എന്നെ ഒരു സാക്ഷിയാക്കി, അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണമേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു മാരക രോഗവുമില്ല, ധൈര്യമായി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. റിസൾട്ട് വന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ബയോപ്സിയുടെ റിസൾട്ടിൽ മാരകമായ ഒരു അസുഖവും, ക്യാൻസറിൻ്റെ ഒരു കണിക പോലും എൻ്റെ ശരീരത്തിലില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാലും ഡോക്ടറിന് വീണ്ടും സംശയം. ഡോക്ടർ 2 പ്രാവശ്യം വീണ്ടും ബയോപ്സി ചെയ്യിപ്പിച്ചു. വീണ്ടും ഒരു MRIയും എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ റിസൾട്ടും നെഗറ്റീവായിരുന്നു. പിന്നെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞു. ഞാൻ പൂർണ്ണമായി ഇപ്പോൾ സൗഖ്യപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് പോയപ്പോൾ ഇവിടെ വന്ന് ആരാധന കൂടി പോയപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോയത്. ഇത്രയും രോഗസൗഖ്യം തന്ന ദിവ്യകാരുണ്യനാഥനും അമ്മ മാതാവിനും 1000 നന്ദി. ഇനി ഞാൻ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ടെസ്റ്റിന് പോകുമ്പോഴും അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും. സർജറിക്ക് പോകുന്നതിൻ്റെ രാവിലെയും അച്ഛൻ ഫോണിലൂടെ എന്നെ ബ്ലെസ് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാണാട്ടച്ഛനും ടീം അംഗങ്ങൾക്കും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി.